ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് യുഎയിലേക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. അതിനേക്കാൾ ഉപരി ഒരു ബിസിനസ് മാൻ ആണ്. ഇവരുടെ യുഎക്കാരുടെ സ്വന്തമായ നമ്മളുടെ മുഹമ്മദ് അസറുദ്ദീൻ. പണ്ട് കാലം മുതൽ നമ്മൾ പിച്ച വെച്ച് വന്ന് വളർന്ന് നാടിനെ വലുതാക്കിയ ഒരു നാടാണ് യു എയും അതുകൂടാതെ മിഡിൽ ഈസ്റ്റും. പ്രധാനപ്പെട്ട 15 വർഷം ഞാൻ യു എയിൽ സ്പെൻഡ് ചെയ്തു. മലയാളികൾ ഇവിടെ ഹൈലി സക്സസ്ഫുൾ ആണ്. എപ്പോഴും ഏതൊരു പ്രവാസിയും ഇവിടെ എപ്പോഴും അവരുടെ മൈൻഡ് നാട്ടിലേക്കായിരിക്കും. എൻ്റെ 90 to 95% ഓഫ് വീഡിയോസ് ഐ എം മേക്കിംഗ് ഫോർ ഡിഫറെൻറ്റ് നാഷണാലിറ്റി. അവർക്ക് നമ്മളുടെ ആ ഡയസ്പൊറിനെ പിടിച്ചിട്ട് ബിസിനസ് ആക്കുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. മലയാളികളുടെ ഒരു പ്രത്യേകത, ഇന്ത്യയിൽ പോയാലും അല്ലെങ്കിൽ ലോകത്ത് എവിടെ പോയാലും നമുക്ക് മലയാളികളെ കാണാൻ പറ്റും. അവരുടെ വളർച്ച എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാട്ടിയും കുറച്ചും കൂടി ഹൈ എൻഡിലാണ്. കാരണം ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. നമ്മൾ ഹൗ മച്ച് വി ആർ ടാലൻറ്റ് ഒരു പരിധി വരെയാണ് മാറ്റർ ആവുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ 100% നീതി പുലർത്തുക എന്നുള്ളത്. ഫൈനാൻഷ്യലി സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോകത്തിൽ ഏതാളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും എംപ്ലോയി വളർന്നതായിട്ടുള്ള ചരിത്രമില്ല. ഒരു 6 മാസം ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ചെയ്തു. എപ്പോഴാണോ എൻ്റെ സാലറിനെക്കാട്ടി ബെറ്റർ ആയിട്ട് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയത്, ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ക്വിറ്റ് ദിസ് ജോബ്, ഐ ക്യാൻ മേക്ക് സംതിങ്. ഏതൊരു പ്രവാസിയാണെങ്കിൽ ആര് വന്നാലും ഇവിടെ ദിർഹം എന്ന് പറയുന്നതിന് പവർഫുൾ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അതിലും 1 ദിർഹമിനൊരു സാധനം കിട്ടുക എന്ന് പറയുന്നത് സൂപ്പർ പവർഫുൾ. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ ഐദിഷ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് യുഎയിലേക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. അതിനേക്കാൾ ഉപരി ഒരു ബിസിനസ് മാൻ ആണ്. ഇവരുടെ യുഎക്കാരുടെ സ്വന്തമായ നമ്മളുടെ മുഹമ്മദ് അസറുദ്ദീൻ. ഹലോ, ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. വെൽക്കം ടു യുഎഇ. അടിപൊളി. എൻജോയ് ചെയ്യുന്നില്ല? പിന്നെ തീർച്ചയായിട്ടും. എന്താണ് നാടും യു എ ആയിട്ട് ഡിഫറൻസ്? ഇല്ലില്ല കുറെ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല നൈനിഷ ആദ്യമായിട്ട്. കാരണം നൈനിഷ ഞാൻ എപ്പോഴും കാണാറുണ്ട്, എപ്പോ സ്ക്രോൾ ചെയ്താലും. യു എയിൽ ഏറ്റവും കൂടുതൽ വ്യൂ, നിങ്ങളുടെ വ്യൂ എവിടെയാണ്? അധികം ഇവിടെയാന്ന് എനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി. കാരണം നാട്ടിലുള്ളതിനേക്കാൾ ആളുകൾക്ക് ഇവിടെ ഉള്ള ഒരു ഇഷ്ടം നമ്മൾ കാണുമ്പോഴതൊക്കെ ഇവിടെ ഫീൽ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു നൈനിഷയെ കുറെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. കരാമയിലൂടെ ഒക്കെ പോകുമ്പോ ഹായ് നൈനി, ഹായ് നൈനി. അത് വേണ്ടോ? ഓക്കെ. അപ്പൊ എന്താ പറയാ, ശരിക്കും ഒരു യു എ പ്രവാസി എന്ന് പറയാൻ ഇനി പറ്റുമോ? സ്വദേശിയായ പോലെ എന്റെ ലൈഫിലെ പ്രധാനപ്പെട്ട 15 വർഷം ഞാൻ യു എയിൽ സ്പെൻഡ് ചെയ്തു. 15 വർഷം സിറ്റിസൺഷിപ്പ് അല്ല, ഇവിടെ കിട്ടാത്തോണ്ടാണ്. പിന്നെ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒഴിവാക്കാനും താല്പര്യമില്ല അല്ലെ, ഇന്ത്യൻ ആയിട്ട് തന്നെ തുടരാനാണ്. അതിലൊരു ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഗ്ലോബൽ വില്ലേജ് പോയിരുന്നു. അപ്പൊ ഒരുപാട് ഇങ്ങനെ ഓരോ സ്റ്റോൾ നമ്മൾ കാണുമ്പോഴും ഇന്ത്യൻ അവിടെ എത്തിയപ്പോ എന്തോ ഒരു സംഭവം നമുക്ക് കിട്ടി. വിട്ട് നാടെപ്പോഴും ഓർക്കില്ല. നാടാണ് എപ്പോഴും ഏതൊരു പ്രവാസിയും ഇവിടെ എപ്പോഴും അവരുടെ മൈൻഡ് നാട്ടിലേക്കായിരിക്കും. ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളെ കാണുന്നത് കൂടുതൽ പ്രവാസികളാണ്. ഏത് ന്യൂസ് ചാനൽ എടുത്താലും ഓൺലൈൻ മീഡിയാസ് എടുത്താലും ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രവാസികളാണ്. നിങ്ങൾ ഇവിടെ തന്നെ ഇപ്പോൾ യു എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.3 മില്യൺ മലയാളികൾ മാത്രമുണ്ട്. 800,000 മലയാളികൾ വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. പിന്നെ 500,000 മലയാളികൾ മറ്റുള്ള ഡയസ്പൊറയിൽ നിന്ന് യു എയിലേക്ക് വന്നിട്ട് ഇതൊരു വലിയ കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി എപ്പോഴും ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണോ, എന്തുണ്ടെങ്കിലും പ്രവാസത്തു നിന്നൊരു വലിയ ഫണ്ട്. പിന്നെ മലയാളികൾ ഇവിടെ ഹൈലി സക്സസ്ഫുൾ ആണ് ഇൻ ടേംസ് ഓഫ്. പണ്ട് കാലം മുതൽ നമ്മൾ പിച്ച വെച്ച് വന്ന് വളർന്ന് നാടിനെ വലുതാക്കിയ ഒരു നാടാണ് യു എയും അതുകൂടാതെ മിഡിൽ ഈസ്റ്റും. അപ്പോൾ പിന്നെ നാടിനോടുള്ളൊരു കണക്ഷന് അതെപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കാറുണ്ട് ഉണ്ട്. ഇപ്പൊ വോട്ടിന് പോലും ചെറിയ വോട്ടാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് ആളുകൾ വോട്ട് ചെയ്ത് വരുന്ന ഒരു തീർച്ചയായിട്ടും. ശരിക്കും യു എനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിക്കിപീഡിയയിൽ ഒന്നും നോക്കണ്ട, ഇവിടെ അല്ലല്ല, നമ്മൾ അറിയണല്ലോ കാര്യങ്ങള്. എന്താ വെച്ചാല് ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ വ്ളോഗിങ് തുടങ്ങിയപ്പോൾ ഓഫ്കോഴ്സ് ഇവിടെ മലയാളം എന്നൊരു ഭാഷക്ക് ഇത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ മനസ്സിലായത്. എന്തുകൊണ്ട് ഞാനത് പറയുന്നു എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ 90 to 95% ഓഫ് ദ വീഡിയോസ് ഐ എം മേക്കിംഗ് ഫോർ ഡിഫറെൻറ്റ് നാഷണാലിറ്റി. ഐ മീൻ വേറൊരു നാഷണാലിറ്റിയുടെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ബിസിനസ് മലയാളികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം വർക്ക് ചെയ്യുന്നത്.
ഞാൻ മലയാളി കമ്പനികൾക്ക് വർക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവർക്ക് നമ്മളുടെ ആ ഡയസ്പൊറനെ പിടിച്ചിട്ട് ബിസിനസ് ആക്കുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. ഞാൻ മാത്രമല്ല, കുറേ വ്ളോഗേഴ്സ് ഇപ്പം അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈലി പൊട്ടൻഷ്യലാണ്. മലയാളി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എടുത്താലും റിയൽ എസ്റ്റേറ്റ് എടുത്താലും എനി അതർ ഇൻഡസ്ട്രീസ് എടുത്താലും ഈവൻ ഗോൾഡ് എടുത്താലും എല്ലാത്തിലും മലയാളികളാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതെന്താ വെച്ചാൽ നമ്മളെ പെർസിവിയറൻസ് ആണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നാട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു നല്ല അത്യാവശ്യത്തിന് സ്റ്റേബിളായിട്ടുള്ള ആളാണെന്ന് ജനങ്ങൾക്ക് തിരിച്ച് അറിയണമെന്നുള്ള ഒരു ചിന്താഗതിയോടെ ഇവിടെ നമ്മൾ ഹൈലി ഹാർഡ് വർക്ക് പുട്ട് ചെയ്യുമ്പം മലയാളികളുടെ ഒരു പ്രത്യേകത, ഇന്ത്യയിൽ പോയാലും അല്ലെങ്കിൽ ലോകത്ത് എവിടെ പോയാലും നമുക്ക് മലയാളികളെ കാണാൻ പറ്റും. അവരുടെ വളർച്ച എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാട്ടിയും കുറച്ചും കൂടി ഹൈ എൻഡിലാണ്. കാരണം ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. നിങ്ങൾക്ക് ഒരിക്കലും വന്നിട്ട് ലേബേഴ്സ് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഈ ഡൗൺ ലേബർ വർക്കുകളില്ല മലയാളികളെ കാണാൻ പറ്റില്ല. അതിൽ സൂപ്പർവിഷനിലേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാങ്കിലാണെങ്കിൽ ടോപ്പിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഏത് മേഖല എടുത്താലും സാധാരണ വർക്കിലേക്ക് അവരില്ല. കാരണം ഓൾറെഡി നമ്മളൊരു ഫിറ്റ് ചെയ്തിരിക്കുന്നത് വി ആർ ഇൻ എ പൊസിഷൻ ദാറ്റ് ഒരു ഹൈ എൻഡ് പൊസിഷനിൽ. അല്ലെങ്കിൽ എല്ലാവരും പറയും മലബാറി का दिमाग है ना बहुत अच्छा है, हम लोग अकाउंट में डालेगा और सब जगह में. കാരണം എന്ന് വെച്ചാൽ ഒരു ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അത്രത്തോളം സ്കില്ല് വളർത്തിയവരാണ് ഇപ്പം മലയാളികൾ. മലയാളി പൊളിയാണ്. ഞാൻ ശരിക്കും ഇവിടെ വന്നിപ്പോ ഇന്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യസ്തത തോന്നി. എന്താണെന്നറിയോ, ഇത് ഭയങ്കര ചേഞ്ച് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ കണ്ട ആളെ അല്ല ഈ ഇരിക്കുന്നത്. അതെന്താ അങ്ങനെ? അത് സത്യം. കാര്യം നമ്മൾ ഒരു വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര വൈബ്രന്റ് ആണ്, ഇങ്ങനെ ഒരാളാ. പക്ഷെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വളരെ സൈലന്റ് ആളല്ലേ ഇയാള്. തീർച്ചയായിട്ടും UAE അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, എന്നെ കാണുന്നവർക്ക് അറിയാം. ഞാൻ സാധാരണ നോർമലായിട്ട് നിൽക്കുമ്പോൾ ഇതേപോലെയാണ് സംസാരിക്കാറുള്ളത്. അതുകൂടാതെ വീഡിയോയിൽ വരുമ്പം നമുക്ക് എങ്ങനെയായാലും ഹൂക്ക് ലൈൻ സിംഗർ ഉണ്ടല്ലോ, ഫസ്റ്റ് ഒരു ഹുക്ക് വേണം, അത് കഴിഞ്ഞിട്ട് ആ വീഡിയോയെ കുറിച്ച് പറയണം, പിന്നെ എൻഡ് ചെയ്യണം. അപ്പോൾ അത് ചെറിയ സമയമാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നിങ്ങളെ വീഡിയോ, നൈനിഷിന്റെ വീഡിയോ വരികയാണ്, ഓക്കെ, നൈനിഷിന്റെ വീഡിയോ ആളുകൾ കാണും, എൻ്റെ വീഡിയോ ആളുകൾ കാണൂല. കാരണം എന്ന് വെച്ചാല് ഞാന് അത്രത്തോളം പ്രസന്റബിൾ, ഐ മീൻ സംതിങ് അതിന്റെ താഴെ വന്നിട്ട് വേറെ ആരുടെയും വീഡിയോ വരും, അതിന്റെ മിഡിലാണ് ഞാൻ കളിക്കുന്നത്. അപ്പൊ ഓഫ്കോഴ്സ് ഐ ഹാവ് ടു പുട്ട് ദ എനർജി ഔട്ട്, റൈറ്റ്? അപ്പോ അതുകൊണ്ട് എനിക്ക് എനർജി ഔട്ട് ചെയ്തേ പറ്റൂ, വ്യൂവർഷിപ്പ് കിട്ടിയേ പറ്റൂ. ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ഈ കുറച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആളുകളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിങ്ങനെ അതുപോലത്തെ ഒരാളാകുമ്പോ സെറ്റാണ് ഞാൻ. ശരിക്കും നിങ്ങള് ആ ഒരു എന്താ പറയാ, നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പരസ്യത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളതായിട്ടുള്ള ഒരു ശൈലി അതിനുണ്ട്. എന്താ ബന്ധുരം എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ ആ നാടിനേക്ക് വജ്രോ അങ്ങനെ എന്താ പറയുന്നേന്ന് പിന്നെ അത് മനസ്സിലാക്കി. ശരിക്കും അതിന്റെ പിന്നിലുള്ള ഒരു കഥ എന്താ, സ്ക്രിപ്റ്റ്? നമ്മള് ഇതൊരു ഇന്റർനാഷണൽ മാർക്കറ്റാണ് UAE. മോർ ദാൻ ലൈക്ക് 150+ കൺട്രീസിൽ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം ബീങ് എ മലയാളി ഓൺലി, മലയാളി ഓഡിയൻസ് മാത്രം പോരാ, മറ്റുള്ളവരിലേക്കും നമ്മൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ മാക്സിമം യൂസ് ചെയ്യാറ് ഒരു കോമൺ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ റേറ്റ് കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയില്ല ഡൽഹിയിൽ, അദ്ദേഹം യുടെ പ്രോംപ്റ്റ് എന്തായിരുന്നു, അല്ലെ അദ്ദേഹത്തിന്റെ ചിഹ്നം എന്തായിരുന്നു? അറിയില്ല അല്ലേ? കുറച്ചൊക്കെ അറിവ് വേണം. സോറി വെറുതെ പറഞ്ഞോ. അല്ല, ഞാൻ പറയുന്ന ചൂലായിരുന്നു. ചൂല് എന്തുകൊണ്ട് ചൂലായി? ഇമ്പോർട്ടന്റ് തിങ്. എല്ലാരും വീട്ടിൽ മുറ്റത്ത് ചൂലില്ലാതെ ക്ലീനിങ് നടക്കൂല. അപ്പൊ ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ചൂലാണ്. അതേപോലെ ഏതൊരു പ്രവാസിയാണെങ്കിലും ആര് വന്നാലും ഇവിടെ ദിർഹം എന്ന് പറയുന്നതിന് പവർഫുൾ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. അതിലും 1 ദിർഹമിന് ഒരു സാധനം കിട്ടുക എന്ന് പറയുന്നത് സൂപ്പർ പവർഫുൾ ആണ്. അത് വ്ളോഗിങ്ങിന് മുമ്പ് അതൊക്കെ വളരെ റയർ ആയിട്ട് നടക്കുന്ന സംഭവമായിരുന്നു. അപ്പോൾ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ദിർഹം, ദിസ് ഈസ് 1 ദിർഹം എന്ന്
പറയുന്നതിനെക്കാട്ടി നല്ലത് നമ്മളുണ്ടല്ലോ, നമ്മളൊരു സംഭവം പറയുമ്പോൾ റിപ്പീറ്റേഷൻ ഹൗ മെനി ടൈംസ്, എത്ര സമയമാണോ നിങ്ങൾ റിപ്പീറ്റേഷനായിട്ട് അത് എംബസൈസ് ചെയ്ത് പറയുന്നത് ആളുകളുടെ മനസ്സിൽ തറക്കും. അപ്പോൾ ഈ വൺ ദിറം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹുക്കായി, നിങ്ങൾക്കറിയാലോ ഹുക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതൊരു ഹുക്കായി മാറുകയും പിന്നെ ആളുകൾ വൺ ദിറമിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകൾ കൂടുതലായിട്ട്, കാരണം ദിസ് ഈസ് വർക്കിംഗ്. സോ ലാസ്റ്റ് 5 years കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ വൺ ദിറമിൻ്റെ ആഡ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് അതർ നാഷണാലിറ്റികൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസൊക്കെ എന്നെ വിളിക്കൽ വൺ ദിറം വ്ളോഗർ. ഇപ്പോൾ ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് വൺ ദിറം വ്ളോഗർ എന്ന് അടിച്ചാൽ ഇറ്റ് വിൽ ഷോ മൈ പിക്ചേഴ്സ്. ഓക്കെ, ശരിക്കും ഈ വൺ ദിർഹത്തിന്റെ അപ്പോ കിട്ടണ്ടേ, നമുക്കൊരു മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ആ ഒരു സാധനം വൺ ദിർഹത്തിന് കൊടുക്കേണ്ടി വരില്ലേ? ഇൻ കേസ് വൺ ദിർഹത്തിന് കൊടുക്കാത്തൊരു കമ്പനി ഇപ്പൊ നമ്മള് എന്താ പറയാ അടുത്ത് വരാന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ പറയുമോ എന്തെങ്കിലും ഒരു സാധനം വൺ ദിർഹത്തിന് വേണമെന്ന് പറയാം? ഇത് എങ്ങനെയെന്ന് വെച്ചാൽ പല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. എല്ലതും വൺ ദിറം ആണെന്നില്ല. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു സാധനം നല്ല വില കുറച്ചിട്ടാൽ അത് ഗ്രോസറിക്കാർ എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട്, ഐ മീൻ ചുറ്റുവട്ടത്തുള്ള ചെറിയ ഗ്രോസറിക്കാരുണ്ടല്ലോ, അവർ കൊണ്ടുപോയിട്ട് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അവർ ഐ അമൗണ്ടിന് വിൽക്കും. അതുകൊണ്ട് ഇവരൊരു കണ്ടീഷൻസ് വെക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 1 ദിറമിന് തരാം, പക്ഷെ നിങ്ങൾ 200 ദിറംസിന് പർച്ചേസ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ രീതിക്കൊക്കെ അതെ ആ രീതിക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ശരിക്കും ആരെങ്കിലും ഈ 1 ദിർഹം മാത്രം കേട്ട് ഒരു സ്ഥലത്ത് പോയി, സൂപ്പർ മാർക്കറ്റിൽ ഒരു ആഡ് ചെയ്തു 1 ദിർഹം കേട്ടിട്ടാണ് പോയത്, അവിടെ ഈ സാധനം ഇല്ല, അങ്ങനെ ചീത്തൊക്കെ കേൾക്കേണ്ട അങ്ങനെ വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ എന്റെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഞാൻ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്ലേസിൽ മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. അതും ഹൈ എൻഡ് ബ്രാൻഡിന് മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനത്തെ മതി എന്നുള്ള ഒരു തീരുമാനമാണ്. ഈവൻ അത് മാത്രമല്ല, ഇപ്പോൾ എന്നെ വന്നിട്ട് എനർജി ഡ്രിങ്ക് അല്ലെങ്കിൽ വന്നിട്ട് സിഗരറ്റ് അല്ലെങ്കിൽ ഹുക്ക അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ വീഡിയോസ് ഞാൻ സാധാരണ ചെയ്യില്ല. അല്ലെങ്കിൽ എന്നൊരു ജിമ്മിന്റെ വീഡിയോ ഒക്കെ വിളിച്ചാൽ ഞാൻ പോകാറില്ല. അല്ല ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ജിമ്മിന്റെ വീഡിയോ ഒക്കെ എന്തുകൊണ്ട് പോകുന്നില്ല, എനിക്ക് ബോഡി ആയിരിക്കണം. നമ്മളൊരാളെ പറയുമ്പോൾ അത് ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം, അല്ലാതെ അത് ചെയ്യാൻ എനിക്ക് അങ്ങനത്തെ കുറെ ഫിറ്റ്നസ് അല്ലെങ്കിൽ കുറെ അങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോസ് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ ഇപ്പൊ എനിക്ക് അൽഹംദുലില്ലാ ഒരു ഓപ്ഷൻ ഉണ്ട്, വാട്ട് ടു ചൂസ് വാട്ട് നോട്ട് ടു ചൂസ്. ഒരു സമയത്ത് അത് ഉണ്ടായിരുന്നില്ല, ബിഗിനിങ് സ്റ്റേജിൽ എനിക്കത് ഉണ്ടായിരുന്നില്ല, എനിക്കെല്ലാം എന്നാലും ഞാൻ ചില റെസ്ട്രിക്ഷൻസ് ഇടാറുണ്ട്. ഇപ്പം വന്നിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇതായിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ വീഡിയോ ചെയ്യാം. ശരിക്കും ഇവിടുത്തെ എന്താ പറയാ അസ്രുദ്ദീൻ നമുക്ക് ഏകദേശം അറിയാം, ഇവിടെയുള്ള UAE അസ്രുദ്ദീൻ അറിയാം. നാട്ടിലെ അസ്രുദ്ദീൻ എങ്ങനെയായിരുന്നു, എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എന്തായിരുന്നു വരാനുള്ള കാര്യം, ഉദ്ദേശം, മോട്ടീവ് എല്ലാം കേൾക്കണം. കാരണം എന്ന് വെച്ചാല് ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ കളിയാട്ടുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞാൻ +2 വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ജോലി ഏതാണ് ആ സമയത്ത് നോക്കിയപ്പം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കേട്ടില്ല. ഓക്കെ, ഈ ഹോട്ടൽ മാനേജ്മെന്റ് എവിടെ പഠിക്കുന്നു നോക്കിയപ്പം അവൈലബിൾ ആയിട്ടുള്ള കോളേജ് തമിഴ്നാട്ടിലെ ഈറോഡായിരുന്നു. അങ്ങനെ ഈറോഡിൽ പോയിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് എടുത്ത് പഠിച്ചു. അവിടുന്ന് എനിക്ക് വന്നിട്ട് കോളേജ് റിക്രൂട്ട്മെന്റിൽ ലെ മെറിഡിയൻ ചെന്നൈ എന്ന് പറയുന്ന അവിടുത്തെ ഒരു 5 സ്റ്റാർ ഡീലക്സ് ഹോട്ടലാണ്, അതിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അപ്പോൾ അവിടെ ഒരു 2 വർഷം വർക്ക് ചെയ്തു. അപ്പം ആ ഒരു ലെ മെറിഡിയൻ എന്നുള്ള പേരുണ്ടല്ലോ, ഒരു സ്റ്റാർവുഡ് മാരിയറ്റ്സ് ഗ്രൂപ്പ്സ് ഓഫ് ഹോട്ടൽസിന്റെ ഒരു വലിയ ബ്രാൻഡാണത്. അപ്പോൾ അതുവഴി ഞാൻ ദുബായിലേക്ക് വരികയാണ് ഹോട്ടലിയർ ആയിട്ട് വരുന്നത്. ഞാൻ ബുർജുൽ അറബ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മോസ്റ്റ് ലക്ഷറീസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ജോബ് ദർ. അത് പെട്ടെന്ന് വൺസിന്, പക്ഷെ അതെനിക്കൊരു അടങ്ങാത്ത ഡ്രീം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പല സ്റ്റോറികളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പെങ്ങള് പ്രസവിച്ച സമയത്ത് ഉമ്മാക്ക് കഞ്ഞി വാങ്ങിക്കാനായിട്ട് ചെമ്മാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പത്തൂർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിനായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാനൊരു ഷാലിമാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് കഞ്ഞി വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ആ സമയത്ത് അവിടെ ബുർജുൽ അറബിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതെനിക്ക് ആ സമയത്ത് എന്താണെന്നറിയില്ല, ഇത് ലൈബ്രറി ആണോ അല്ലെങ്കിൽ മ്യൂസിയം ആണോ അല്ലെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ അന്ന് ഞാനൊരു ആഗ്രഹം വെച്ച് തന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായാലും കയറണമെന്ന്. അതെൻ്റെ സ്റ്റോറി ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. സംഹൗ ലേറ്റർ ഓൺ അതൊരു ഹോട്ടലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവിടെ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കഠിനമായിട്ടുള്ള പ്രയത്നം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ബുർജുൽ അറബിൽ വർക്ക് ചെയ്യുന്നത്. ബുർജുൽ അറബിൽ വർക്ക് ചെയ്തത് എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. കാരണം ഓൾമോസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നത് ധോനിയുടെ കൂടെയാണ്, മിസ്റ്റർ ധോനി.
നമ്മളിപ്പോൾ തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ സ്റ്റാർ, രജനി സാറാണെങ്കിൽ കമൽ സാറാണെന്നുണ്ടെങ്കിലും റഹ്മാൻ സാറാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാർസിനെയും കാണാനുള്ള ഒരു അവസരം എനിക്ക് അവിടുന്ന് ഉണ്ടായിരുന്നു. ഇവിടുന്നാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈവൻ മെസ്സിയെ കാണാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്, റൊണാൾഡോയെ കാണാനുള്ള ചാൻസ് കിട്ടി. കാരണം വലിയ വലിയ ഇവന്റ്സ് അവിടെ നടക്കുന്നത് ഓൾമോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ മെസ്സിയുടെ എന്താണെന്ന് വെച്ചാൽ അവർ അർജന്റീനക്കാരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരുടെ പാസ്പോർട്ട് നോക്കിയപ്പോൾ അവർ സ്പാനിഷാണ്. പാസ്പോർട്ട് എങ്ങനെ കിട്ടി? അത് നമുക്ക് വൈക്കസിലുണ്ടാവില്ല, നമ്മളെ സിസ്റ്റത്തിലുണ്ടാവും. നമ്മുടെ സിസ്റ്റത്തിൽ സ്കാൻ ചെയ്യണ്ട, ആര് അല്ലല്ല. ഞാൻ പറയുന്നത് ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് അവർ ചെക്കിൻ ആവൂലേ. ഹോട്ടൽ അത് വൈക്കസിലുണ്ടാവും, നമ്മളെ സിസ്റ്റത്തിലുണ്ടാവും. അപ്പോ സ്പാനിഷ് ആണ്. അങ്ങനെയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്, സ്പാനിഷ് എങ്ങനെ അർജന്റീനയിൽ കളിക്കാന്ന്. അപ്പോൾ ഫിഫയുടെ റൂൾ ഉണ്ട്, എയ്തർ യു ക്യാൻ പ്ലേ ഫോർ വൺ കൺട്രി, നിങ്ങൾ ഇപ്പം സിറ്റിസൺ ആയിട്ട് ഇരിക്കുന്ന കൺട്രിയിൽ പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച കൺട്രിയിൽ പ്ലേ ചെയ്യാന്നുള്ള ചോയ്സ് ഉണ്ട്. അങ്ങനെയാണ് മെസ്സി ചൂസ് ചെയ്യുന്നത്. ഞാൻ അർജന്റീന ചൂസ് ചെയ്യാം. സ്പെയിനിലേക്ക് കുറെ വിളിച്ചിട്ട് ഈ സ്റ്റിൽ ചൂസ് അർജന്റീന, കാരണം അവിടെയാണ് ജനിച്ചു വളർന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ അറിയുന്നത്. ഇനി കാണാൻ ആഗ്രഹമുള്ള ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി ആരാ? ഇപ്പൊ എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. അത് ഇല്ല. ഇപ്പോൾ ഈ വ്ളോഗർ ആയപ്പോൾ തന്നെ എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടായിരുന്നു, കുറേ ആളുകളെ. ഞാൻ വർക്കിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് സെലിബ്രിറ്റിയെ കാണുന്നത്. കാരണം നമുക്കുണ്ടാവില്ല ഒരു ഇപ്പോൾ നൈനിഷയ്ക്ക് തന്നെ ഇപ്പോൾ സെലിബ്രിറ്റി ആയിട്ട് ഇന്റർവ്യൂസ് ചെയ്യുന്നത് വലിയ ഡീലല്ല. പക്ഷെ പുതിയൊരു അവതാരികയ്ക്ക് അഫ്കോഴ്സ് ഇറ്റ്സ് എ ബിഗ് ഡീൽ. അതെ അതെ, ആ ഒരു ഡീൽ ഉണ്ടാവൂലേ, അത് നമുക്ക് എന്ത് കണ്ടാലും അതങ്ങനെയാണ്. എനിക്ക് ഇപ്പോഴും ആൾക്കൂട്ടത്തിന്ന് കാണൂലേ, ചിലപ്പോ ഞാൻ ഇന്റർവ്യൂ എടുത്തതായിരിക്കും, ഇത്ര അടുത്ത് ഞാൻ സംസാരിച്ചായിരിക്കും, എന്നാലും ആൾക്കൂട്ടത്തിൽ നിന്ന് കാണുമ്പോ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കും. പക്ഷെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് അത്ര ഫീൽ ചെയ്യാറില്ല. എപ്പോഴും അങ്ങനെ കാണുമ്പോഴും ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പോ നമ്മൾ ഷെരീഫ് കല്ലേ, പാട്ടുകാരൻ ഷെരീഫ് ഈസ് വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഷെരീഫ് ക, നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാണ്, നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചതാണ്, നിങ്ങൾക്ക് വന്നിട്ട് അന്ന് സിനിമയിൽ കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ലേ, എന്തുകൊണ്ട് സിനിമയിലേക്ക് പോയില്ല എന്ന്. പുള്ളിക്കാരൻ പറഞ്ഞത്, സിനിമയിൽ പോയാൽ കിട്ടുന്ന പേയ്മെൻറ്റിനെക്കാട്ടി കൂടുതലാണ് എനിക്ക് സ്റ്റേജ് പ്രോഗ്രാമിൽ കിട്ടുന്നത്. എനിക്ക് എൻ്റെ ലൈഫിനെ സെറ്റിലാക്കണം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ വന്നിട്ട് ഇതിനാണ് പോവേണ്ടത്, അല്ലാതെ അതിനല്ല. പക്ഷെ മൂപ്പര് രീതിയിൽ സക്സസ്ഫുൾ ആണ്. ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്നു, നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ഷെരീഫ് കയുടെ ഷോ എന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ വരികയാണ്. ഒരു ഭയങ്കര കണക്ഷനാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. അതേ സമയത്ത് അദ്ദേഹം ഒരു സിംഗറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റാർഡർ ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മളെ കേസും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സെലിബ്രിറ്റീസ് വന്നെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു തിന്നാൻ തരുന്നില്ല. അഫ്കോഴ്സ് ഐ മീൻ ലൈക്ക് യുനോ അഫ്കോഴ്സ് നമുക്ക് തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം. സോ സെലിബ്രിറ്റീസ് അത് സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് അതൊരു ഇലൂഷൻ വേൾഡ് ആണ്. ഇറ്റ്സ് നോട്ട് റിയൽ, ഇറ്റ്സ് എ ഇല്യൂഷൻ. നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരെ വർക്കിനെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ ഫിലിം നല്ലതാണെന്നുണ്ടെങ്കിൽ പോയി കാണണം, അതോടെ നിർത്തിക്കോളണം. പിന്നെ ആരാധന എന്നുള്ള ഒരു സംഭവത്തിലേക്ക് കടക്കാൻ പാടില്ല. ഇല്ലല്ല, എനിക്ക് അങ്ങനെ. പക്ഷെ ഐ ഡു റെസ്പെക്ട് ദം. ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ വർക്കിനെ അഡ്മയർ ചെയ്യുന്നുണ്ട്. അവരിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാറുണ്ട്. ഞാൻ ഭയങ്കര ആരാധനായിട്ട് കാണാം. കാരണം അങ്ങനത്തെ ഒരു അവസരം എനിക്ക് ജനങ്ങൾ ഇപ്പോൾ ഫ്രണ്ടിലെ ക്യാമറയിൽ കാണുന്നതല്ല ബാക്കിൽ. ഐ ഡീൽ വിത്ത് മെനി പീപ്പിൾ. ഞാൻ ഈവൻ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള വ്ളാദിമിർ പൊത്താനിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. റഷ്യക്കാരനാണ് വ്ളാദിമിർ പൊത്താനിൻ. ഭയങ്കര പൈസക്കാരനാണ്. അയാളുടെ ഹംബിൾനെസ് കണ്ടിട്ട് ഞാൻ നെട്ടിപ്പോയിട്ടുണ്ട്. ഒന്നുമില്ലാത്തവന് ഭയങ്കരമായിട്ട് ഞാൻ വലിയ സംഭവം എന്ന് പറയുന്ന അപ്പോൾ നമ്മൾ ആളുകളെ കണ്ടിട്ടുണ്ട്. ഐ മീൻ അതൊരു സംഭവമായിട്ട് എനിക്ക് തോന്നാറില്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ഹോട്ടൽ എന്താ, എനിക്ക് അതിന്റെ പേര് ബുർജ് അൽ അറബ്. ഞാൻ ഇവിടെ എല്ലാം പഠിച്ചു വരുന്നത്, അത് വേറെ കാര്യം. എനിക്ക് ബുർജ് ഖലീഫ മാത്രമേ അറിയൂ. പക്ഷെ അത് ഭയങ്കര സംഭവമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കേട്ടോ. ഈ ബുർജ് അൽ അറബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1997 അത് ബിൽഡിംഗ് ഇനാഗുറേറ്റ് ആവുന്നത്. ഈ ദുബായിയുടെ വളർച്ചയില് നമ്പർ 1 ഇമ്പോർട്ടൻ്റ് പാർട്ട് വഹിച്ച ഒരു ഘടകമാണ് ബുർജ് അൽ അറബ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ്. അതാണ് ദുബായ് ലോക മാപ്പിൽ ഇടം കൊടുത്തത്. ആ ബിൽഡിങ്ങിന് കുറേ പ്രത്യേകതകളുണ്ട്. ബുർജ് അൽ അറബ് നിൽക്കുന്നത് ഏകദേശം വന്നിട്ട് 321 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. ഈ 25 ഫ്ലോർസ് ആണ്.
അതിൽ വരുന്നതെന്ന് വെച്ചാൽ എല്ലാം ഡ്യൂപ്ലക്സ് ഫ്ലോർസ് ആണ്. എങ്ങനെ വെച്ചാൽ 2 ഫ്ലോറുകൾ ചേർത്താണ് ഒരു ഫ്ലോറായിട്ട് വരുന്നത്. ഒരു മാൻമെയ്ഡ് ഐലൻഡിലാണ് നിൽക്കുന്നത്. ആ ബിൽഡിങ്ങിന് കുറേ പ്രത്യേകത ഉണ്ട്, അതിൻ്റെ വിൻഡിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം ഒക്കെ ആയിട്ട്. പിന്നെ അവിടെ റൂമുകളില്ല, എല്ലാം സ്യൂട്ട്സ് ആണ്. സാധാരണ ഏതൊരു ഹോട്ടലിൽ പോയാലും ഡീലക്സ് റൂമുകൾ, പക്ഷെ ഇത് അപ്ഗ്രേഡഡ് റൂംസുകളാണുള്ളത്. ഇപ്പോൾ ഒരു ടയോട്ട ലെക്സസ് വാങ്ങിക്കുമ്പോൾ ഒരു അപ്ഗ്രേഡഡ് ആണെന്നുണ്ടെങ്കിൽ ലാൻഡ് ക്രൂസർ ഒരു ഇതല്ല, അതേപോലെയാണ്. ഓക്കെ, അവിടെ ഇപ്പോ സ്റ്റാഫായിട്ട് നിന്നു അല്ലേ? അവിടെ പിന്നെ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ ആ ഒരു റൂമിലേക്ക്? ഒരു ദിവസം പോകണമെന്നുണ്ട്, ഒന്ന് പവർഫുൾ ആയിട്ട് പോകണമെന്നുണ്ട്. ഞാൻ പറയാം, ഇപ്പോഴും ദുബായ് ഫ്രെയിമിന്റെ അകത്ത് ഞാൻ കയറിയിട്ടില്ല. അതുകൂടാതെ ഇവിടുത്തെ കുറേ ഡെസ്റ്റിനേഷൻസ് ഞാൻ കണ്ടിട്ടില്ല. അതെനിക്കൊരു മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുമ്പോൾ അതെനിക്കൊരു ഇമ്പോർട്ടൻസ് ആയി കണ്ടില്ല. പക്ഷെ ദുബായിലേക്ക് ഒരാൾ വരുമ്പോൾ അവരുടെ വിഷ് ലിസ്റ്റാണ്. ഇപ്പൊ ദുബായ് മെട്രോയിൽ കയറിയിട്ട് ഞാനൊരു 5.5 വർഷമായി. ദുബായ് ബസ് കയറിയിട്ട് ഏകദേശം അത്രത്തോളമായി. പിന്നെ കുറേ കാര്യങ്ങൾ, കാരണം എന്താ വെച്ചാൽ ഇതിനൊന്നും ഒരു സമയം നമുക്ക് കിട്ടുക. നിങ്ങൾക്കറിയാം, ദുബായിൽ വൺസ് ഒരു ഒരു സോണിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മെട്രോയിലൊന്ന് കയറണം. ഞാൻ ഇപ്പം അടുത്ത് തന്നെ യാത്ര ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയോ അത് നടക്കാതെ പോകും. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇല്ലല്ല അല്ലല്ല, ഇവിടുത്തെ നിങ്ങള് ഇപ്പൊ കുറെ ആളുകൾ ട്രോൾ കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരാളോട് ചോദിച്ചു നോക്കി, ഒരു ജോലി ഒരു ഫാമിലി നയിക്കുന്ന ഒരാളോട് ചോദിച്ചു നോക്കി, അദ്ദേഹത്തെ മെട്രോ കയറിയിട്ട് എത്രയായി, ബസ് കയറിയിട്ട് എത്രയായി, അധിക സമയം റോഡിൽ 2-3 മണിക്കൂറൊക്കെ ഇപ്പോൾ സ്പെൻഡ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ദുബായിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലാണ്. ഒരു 3.5 മില്യൺ ആളുകളുള്ള ദുബായ് വിത്തിൻ 2034 7 മില്യൻ്റെ മേലെ പോവാണ്. അത്രത്തോളം വെഹിക്കിൾസ് ആണ് റോഡിൽ വരുന്നത്. അപ്പം ഡെവലപ്മെൻറ്റും ഫാസ്റ്റായിട്ട് നടക്കുന്നത്. സ്റ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ എമിറേറ്റ്സും നന്നായിട്ടാണ് ഗ്രോ ആകുന്നത്, ബട്ട് സ്റ്റിൽ സ്ട്രഗിൾ ചെയ്യണം. അതെ, ഇപ്പൊ ബുർജ് അറബിൽ ഒരു വോക്ക് കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസാ. ആ വോക്ക് നിർത്തി പോവാന്ന് വെക്കുമ്പോ അതിന് അതിൻ്റെതായ ഒരു ധൈര്യം വേണം അല്ലെ? എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും. എത്ര ഉണ്ടാവും? അത് തീർച്ചയായിട്ടും നമുക്കൊരു അപ് ടു 12,000 ദിർഹംസ് വരെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷത്തിന്റെ മേലെ, 2.5 ലക്ഷത്തിന്റെ പെർ മന്ത് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഞാൻ ബുർജ് അറബിൽ മാത്രമല്ല വർക്ക് ചെയ്തത്, മദീന ജുമേര എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒപ്പം തന്നെ ഒരു റിസോർട്ട് ഉണ്ട്. ജുമേര ഗ്രൂപ്പ്സ് ഈ സൈനസിന്റെ ആണ്, ഷെയ്ഖിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുക, അന്നത്തെ സമയത്ത് 3 years വിസ കിട്ടുക. സാധാരണ 2 വർഷത്തിനല്ല ഇവിടുത്തെ വിസ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് സെബീൽ പാലസ് വിസ ആയിരുന്നു. സെബീൽ പാലസ് എന്നായിരുന്നു നമ്മുടെ വിസ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 3 വർഷത്തെ വിസ ആയിരുന്നു. ഗവൺമെന്റ് ഒരു സെമി ഗവൺമെന്റ് കമ്പനി ആയിരുന്നു. അവിടെ വരുന്നവരെല്ലാം ടോട്ടലി നിങ്ങളൊരു 5 സ്റ്റാർ ഹോട്ടലും ജുമേര ഹോട്ടൽ, എസ്പെഷ്യലി ജുമേര സൈഡിലുള്ള ജുമേര ഹോട്ടൽസും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവിടെ വരുന്ന മദീന ജുമേര, ബുർജുൽ അറബ്, ജുമേര ബീച്ച് ഹോട്ടൽ, ഈ ഹോട്ടലുകൾ ചേർന്നിട്ടുള്ളൊരു സംഘമാണ്. അപ്പം ഇതിൽ വരുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് ഗസ്റ്റാണ്. അവർ ഡോളേഴ്സ് കട്ടിട്ടാണ് എടുത്തു വരിക. അപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ $100, $200, എനിക്കിപ്പോഴോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൊബൈലിലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മാസം ഇത്ര അച്ചീവ് ചെയ്തു, അടുത്ത മാസം ഇത്ര അച്ചീവ് ചെയ്യണം, അടുത്ത ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്കൊരു 6,500 ദിർഹംസ് ചിലവായിട്ടുണ്ട്. അതെനിക്കൊരു ഗസ്റ്റ് വന്നിട്ട് തന്ന പൈസ ആയിരുന്നു. അല്ലല്ല, അതെ ടിപ്പ് അത് സംതിങ് ഡിഫറെന്റ് ആണ്. അല്ല, ശരിക്കും അത്ര ഓൺ ചെയ്ത ഏറ്റവും ഒരു സാലറി എത്ര രൂപയായിരിക്കും? ഞാൻ പറഞ്ഞില്ല, ഒരു ആവറേജ് ബേസിൽ 12,000 ദിർഹംസ് ആണ് ടോട്ടല്. ഇപ്പൊ എല്ലാ ഇയേഴ്സിൽ വന്നിട്ട് ഫ്രം ജനുവരി ടു ഡിസംബർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് 12,000 ദിർഹംസ് നമുക്ക് മാസം അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 12,000 അതായത് ദിർഹംസ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇതിലേക്ക് ഇറങ്ങുന്നു, അതായത് ഇൻഫ്ലുവൻസർ വ്ളോഗർ എന്നുള്ളതിലേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും ടെൻഷൻ ആയില്ലേ? ഇത്ര പൈസ ഏൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ തോന്നിയില്ലേ? അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ലോകത്തിൽ നിങ്ങൾ എവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫൈനാൻഷ്യലി സെറ്റിൽ ആവണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലോകത്തിൽ ഏത് ആളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും എംപ്ലോയി വളർന്നതായിട്ടുള്ള ചരിത്രമില്ല. ഇല്ല. മാനേജ്മെന്റ് അതിന് അല്ല, എംപ്ലോയി വളർന്നു. ഇപ്പൊ മാനേജ്മെന്റില് ഒരു GM ആയിട്ടുണ്ട്, ജനറൽ മാനേജർ ആയാലും അവർ വളരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അവരുടെ ലൈഫ് ഇങ്ങനെ പോകത്തേ ഉള്ളൂ.
ദേ കനോട്ട് ഡു സംതിങ് മോർ എന്നുള്ള ഒരു വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. പക്ഷെ ഒരു ബിസിനസ് മാൻ ആവുമ്പം എൻലെസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും വളരാന്നുള്ളത്. അപ്പോൾ നമ്മളെ മൈൻഡ് ഉണ്ടല്ലോ വൈഡേൺ ആയിട്ട് വെക്കണം. നമ്മൾ നിൽക്കുന്നത് ദുബായിലാണ്. ദുബായിൽ ഓപ്പർച്യൂണിറ്റീസ് ആർ എൻലെസ് ആണ്. അപ്പോൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുക. ഞാൻ ബുർജ് അറബിൽ നിന്നിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തു. ഞാൻ 8 മാസം ഷിപ്പിലായിരുന്നു, ക്രൂസ് ലൈൻ, വേൾഡ് ക്രൂസിലായിരുന്നു. അപ്പോൾ പല രാജ്യങ്ങൾ എനിക്ക് കറങ്ങാൻ പറ്റും. അതെ, ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 43 കൺട്രീസ് ഞാൻ പോയത് ഓൺലി ത്രൂ ഷിപ്പാണ്, ത്രൂ ക്രൂസ് ലൈനാണ്. പിന്നെ മറ്റത് പോയത് ഞാൻ പിന്നെ വ്ളോഗിങ്ങിൻ്റെ ശേഷം പോയ രാജ്യങ്ങളാണ്. അപ്പോൾ ഇത്രത്തോളം രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ എനിക്കൊരു ഇൻസൈറ്റ് കിട്ടി, വേൾഡ് ഇത്രയേ ഉള്ളൂ. സോ വി ക്യാൻ അച്ചീവ് സോ മച്ച്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഡു. അപ്പോൾ അങ്ങനെ ഞാൻ ഷിപ്പിൽ പോയി, എനിക്ക് ഷിപ്പ് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തിരിച്ചു വന്ന് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവിടെ ബിസിനസ് ഇടാൻ ഞാൻ കുറേ കാര്യങ്ങൾ നോക്കി. ഇവിടെ റെസ്റ്റോറൻറ്റ് ഇടുന്ന, കാരണം നമ്മളെ ഫീൽഡ് അതാണല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മളെ മല്ലു ട്രാവലറും സുജിത് ഭക്തനും UAE വന്നിട്ട് വ്ളോഗ് ചെയ്യുന്നതായിട്ട് കണ്ടത്. അവര് വ്ളോഗ് ചെയ്യുന്ന കൂടുതൽ ആളുകൾ അത് കാണുന്ന, കൂടുതൽ ആളിലേക്ക് അത് റീച്ച് ആവുന്ന, അവർ ഏൺ ചെയ്യുന്ന, അവർ നാട്ടിലേക്ക് പോകുന്നു. അതൊന്നും എനിക്കൊരു തോട്ട് പ്രോസസ്സ് വന്നത്, എന്തുകൊണ്ട് UAE ഒരു വ്ളോഗർ ഇല്ല? വൈ ദർ ഈസ് നോ വ്ളോഗർ ഫോർ UAE? അതെ, ഇനീഷ്യലി അതെ, ഒരു കൊമേഴ്ഷ്യൽ വ്ളോഗറായിട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആദ്യം കൊമേഴ്ഷ്യൽ വ്ളോഗർ ഇല്ല. എൻ്റെ അപ്പോഴാണ് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസിൽ ചോദിക്കൂല്ലേ, വാട്ട്സ് യുവർ സ്ട്രെങ്ത്, വാട്ട് യുവർ വീക്ക്നെസ് എന്ന്. നമ്മളെ സ്ട്രെങ്ത് തിരിച്ചറിയണം. ഞാൻ പണ്ട് കാലത്തെ അനുഗ്രഹം കൊണ്ട് എല്ലതും എടുത്ത് ചാടി പറയുന്ന ഒരു ഇതാണ്. ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് എന്തെങ്കിലും ചോദിച്ചാൽ പൊട്ടത്തരാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയും. അങ്ങനത്തെ ഒരു പ്രകൃതി, ആ ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ 10ാം ക്ലാസ്സിലാണ് സാധാരണ സ്കൂൾ ലീഡേഴ്സ് ആവാറ്, റൈറ്റ്? നമ്മൾ ആ ഒരു ഇതിൽ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ സ്കൂൾ ലീഡർ ആയിരുന്നു. അപ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു, സ്റ്റാൻഡേർഡീസും അറ്റൻഷൻ. അപ്പോൾ എനിക്ക് പിന്നെ ഡ്രാമയിൽ ഒരു 3 വർഷം കൺസിക്യൂട്ടീവായിട്ട് ഫസ്റ്റ് വിന്നറായിരുന്നു. മോണാക്റ്റിൽ ഫസ്റ്റ് അടിച്ചിരുന്നു. അപ്പോൾ പിന്നെ സ്കൂൾ കലോത്സവത്തിലൊക്കെ ഹൈലി പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു, കലാകാരൻ കൂടിയാണ്, കൈൻഡ് ഓഫ് അങ്ങനെ പറയും. ഇപ്പൊ ഞാൻ കുറെ വിട്ടു. എന്നിരുന്നാലും അന്ന് അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഉണ്ടായപ്പം എന്തുകൊണ്ട് ഇത് തുടങ്ങിക്കൂടാന്നുള്ള ഒരു സംഭവം, ഒരു പേടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല അന്ന് മുതൽ ജനങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ. ഇല്ല ഫിയറില് അതെ, എനിക്കെന്താ അറിയോ, അപ്പോ അങ്ങനെ ഒരു ഫിയർ ആയിട്ട് ഞാൻ ഇതാവാറില്ല. അപ്പോൾ ഫിയർ ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് ബ്ലോഗിങ്ങിലേക്ക് ഇറങ്ങിക്കൂടാ? പിന്നെ ഞാൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. ഫുഡിനെ കുറിച്ചൊക്കെ ചെറുതായിട്ട് എൻ്റെ ടേംസ് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് വീഡിയോ ചെയ്തു, ജനങ്ങളത് സ്വീകരിച്ചു. ഒരു 6 മാസം ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ചെയ്തു. എപ്പോഴാണോ എൻ്റെ സാലറിനെ കാട്ടി ബെറ്റർ ആയിട്ട് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയത്, ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ക്വിറ്റ് ദിസ് ജോബ്, ഐ ക്യാൻ മേക്ക് സംതിങ്. അങ്ങനെയാണ് ഞാൻ ജോലി ഒഴിവാക്കുന്നത്. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഞാനൊരു 16 to 18 ലക്ഷം ഇന്ത്യൻ രൂപ സാലറി കൊടുക്കുന്നുണ്ട് നമ്മളെ സ്റ്റാഫിന്. പണിയുണ്ടോ അവിടെ? അപ്പൊ അതിലേക്ക് ഇപ്പൊ മനസ്സിലായോ അതിന്റെ ശരിക്കും എത്ര ആളുകളുണ്ട്? ഇപ്പൊ ഒരു 25 ആളുകളുടെ മേലുണ്ട്. ഡയറക്റ്റ് ആയിട്ട് 25 ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു 15 പേര് വർക്ക് ചെയ്യും. ഓക്കെ, അതായത് ഒരു കഞ്ഞി വാങ്ങിക്കാൻ നമ്മളെ ചെമ്മാടുള്ള ഒരു കടയിൽ പോകുന്നു, അവിടെ ഒരു പോസ്റ്റർ കാണുന്നു, ആ പോസ്റ്ററിലുള്ള ആ ഒരു ഹോട്ടലിൽ തന്നെ വർക്ക് കിട്ടുന്നു, അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇപ്പൊ എന്താ പറയാ 6 സ്ഥാപനമായി അവിടെ ശരിക്കും ഒരു ഭയങ്കര മോട്ടിവേഷൻ ആണ്. താങ്ക് യു സോ മച്ച് അല്ലേ? അത് ഭയങ്കര രസമുണ്ട്. എനിക്ക് നാളെ തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാണ്. അപ്പൊ ഇവിടെ ആര് നയിക്കും, ആര് ഇന്റർവ്യൂസ് എടുക്കും അല്ലെ? നൈനിഷിനെ പോലെ ഒരാളെ നമുക്ക് UAE ആവശ്യമല്ലേ? സീരിയസ്ലി തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെ കുറെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ശരിക്കും ഇല്ലേ, നമുക്കിപ്പോ കുറെ വ്ളോഗേഴ്സ് ശരിക്കും ഇവിടെ ഉണ്ട്. എൻ്റെ അടുത്ത് പറയുണ്ടായി നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു മേഖലയാണെന്നുള്ളത് അല്ലെ. ഇപ്പോ ചില ആളുകളൊക്കെ വന്ന് ചോദിക്കാറുണ്ടോ, എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ ചോദിക്കുമോ ഈ കുഞ്ഞു? തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറഞ്ഞു കൊടുക്കും? ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് എന്താ? നമ്മള് ഹാർഡ് വർക്ക് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഡിറ്റർമിനേഷൻ വേണം. നമ്മള് ഹൗ മച്ച് വി ആർ ടാലന്റഡ്
ടാലന്റ് ഒരു പരിധി വരെയാണ് മാറ്റർ ആവുന്നുള്ളൂ. നമ്മളിപ്പോൾ ടാലന്റ് അയച്ചിട്ട് ഇപ്പോൾ നൈനിഷ് ടാലന്റ് അയച്ചിട്ട് നൈനിഷ് ഇങ്ങനെ എത്രത്തോളം പ്രസന്റബിൾ ആയിട്ട് വീഡിയോ ചെയ്തില്ല, അല്ലെങ്കിൽ സം ടാക്ടിക്കോടെ വീഡിയോ ചെയ്തില്ല, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്തില്ല, പ്രിസിവിയർ ആയിട്ട് വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആവില്ല. അതേപോലെ തന്നെ നമ്മളൊരു വ്ളോഗിങ്ങിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ 100% നീതി പുലർത്തുക എന്നുള്ളതാണ്. പിന്നെ അത് ഹാർഡ് വർക്കിലൂടെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മൊബൈൽ നോക്കിയാൽ ഒരു വീക്കിൽ മിനിമം ഞാൻ 20 to 22 വീഡിയോസ് ചെയ്യും. അത് വീക്കെൻഡിൽ 2 ദിവസത്തിൽ ഞാൻ 14 to 15 വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതും ഒരു സ്ഥലത്തല്ല ഞാൻ പോകുന്നത്. ഞാൻ റാസൽ കൈമയിൽ പോയി അന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു കേരളത്തിൽ എത്ര കിലോമീറ്റർ ഉണ്ട് കേരളം? one side to 800 kilometers across. I might 800 kilometers ഞാൻ ഒരു ദിവസം ഞാനും എൻ്റെ കൂടെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. അതിനെക്കാട്ടി ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത ദിവസങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അബുദാബിയിൽ നിന്ന് അല്ലൈനിൽ വന്ന് അത് കഴിഞ്ഞിട്ട് ദിബ്ബ എന്ന് പറഞ്ഞ നെതർലാൻഡ്, റാസൽ കൈമ, അങ്ങനെ എല്ലാ എമിറേറ്റ്സിലും. ഇവിടെ 7 എമിറേറ്റ്സ് ഉള്ള കാര്യം അറിയില്ല? ഇല്ല, സീരിയസ്ലി. ദുബായിൽ വന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറെ ആളുകൾക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ 7 എമിറേറ്റ്സിലൊക്കെ നമ്മൾ കറങ്ങിയ ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ ഇപ്പോൾ ശരിക്കും വന്നിട്ട് നമുക്ക് വെറുതെ ഇരിക്കാം, വീട്ടിൽ വെറുതെ ഇരിക്കുക. എനിക്ക് വീഡിയോ ചെയ്തിട്ട് എനിക്ക് നോർമൽ വീഡിയോസ് ചെയ്താൽ വ്യൂസ് കൂടുതലാണ് പ്രൊമോഷൻ ചെയ്തതിനും കാട്ടി. ഇപ്പം ഞാൻ നോർമലായിട്ടൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പൈക്കായിട്ട് നല്ല ആളുകൾ കാണും. അങ്ങനത്തെ കോണ്ടന്റ് എന്നോട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ ആ ജോലി ഉണ്ടല്ലോ, നമ്മൾ വന്ന വഴി അതൊരിക്കലും മറക്കാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഐ എം എൻജോയിങ് ഇറ്റ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, വളരെയധികം എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ ഇത്രത്തോളം ഹാർഡ് വർക്ക് ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടായാലാണ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അതെ 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 എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള മാനാണ്. ഒരുപാട് വീഡിയോസ് എന്നിരുന്നാലും ഇതൊന്നും ഇതുകൊണ്ടൊന്നും നിർത്താനല്ല, ഇനി പോട്ടെ, മുന്നോട്ടൊക്കെ തന്നെ പോട്ടെ. എപ്പോഴാണല്ലോ ഒരു ഭംഗി കാണാനൊരു രസം. ശരിക്കും ആ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അപ്പം എല്ലാവരുടെ അടുത്തും നമുക്ക് സപ്പോർട്ടിങ് മാത്രമല്ല കേട്ടാ, ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരും, നെഗറ്റീവ് കാര്യങ്ങൾ വരും. അതൊക്കെ ബോധർ ചെയ്യാറുണ്ടോ? അതൊക്കെ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്നത് ഞാനതൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നത്. നൈനിഷ ഒരു നോർമലായിട്ട് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈനിഷയുടെ ചുറ്റുള്ളവർ പറയും വെരി ഗുഡ്, ദാറ്റ് ദിസ്. നെഗറ്റീവ് കമന്റ് വരുമ്പോൾ ഇറ്റ് മീൻസ് നൈനിഷ ഈസ് ഗെറ്റിംഗ് പോപ്പുലർ. സിമിലർലി എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ സമാധാനമില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് കമന്റ്സ് ആണ് ലിറ്ററലി നമ്മളെ വളർത്തുന്നത്. നമ്മൾ ചൂസ് ചെയ്ത ഫീൽഡ്, നമ്മൾ ഷോ ബിസിനസ് ആണ്. ഇപ്പൊ നൈനിഷ് ആണെങ്കിലും അസർ ആണെങ്കിലും ഷോ ബിസിനസ്സിനാണല്ലോ നമ്മൾ ടാലന്റ് സ്ക്രീനിലൂടെ ജനങ്ങൾക്ക് കാണിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അവരിലേക്ക് നമ്മളെ പ്രോഡക്റ്റ് എത്തിക്കുന്നേ. സോ അവർക്ക് റൈറ്റ് ഉണ്ട് നമ്മളെ കുറിച്ച് എന്ത് പറയാനുള്ള. അങ്ങനെ ഒരു ചിന്താഗതി നമുക്കുണ്ടായ പ്രശ്നമില്ല. അല്ല ഞാൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യും, എന്നെ ആരും കുറ്റം പറയാൻ പാടില്ല, എന്നെ കുറ്റം പറഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യുന്ന കാര്യം, ഞാൻ ചിരിച്ചുകൊണ്ട് ഒരു സൈഡിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യും. ഐ ലൈക്ക് ഇറ്റ്. പീപ്പിൾ ആർ എന്നെ എത്ര തെറി പറഞ്ഞാലും ഐ ഓക്കെ വിത്ത്. കാരണം നമ്മളത് ചൂസ് ചെയ്തിട്ട് അതിലേക്ക് വന്നതാണ്. അവര് നമ്മളെ വാല്യുബിൾ സമയം, അവരുടെ ഇമ്പോർട്ടന്റ് വാല്യുബിൾ 1 മണിക്കൂറിൽ 24 മണിക്കൂർ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ ഒരു 10 സെക്കൻഡ് നമുക്ക് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. അത് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്പോർട്ടന്റ് സമയം എടുത്തിട്ട് നമുക്ക് തരുന്നു. അത് അവരുടെ ഫോണ് ഇതെല്ലാം. അപ്പോൾ പിന്നെന്ന് വെച്ചാൽ ഭയങ്കര തെറിയിലേക്ക് പോകില്ല UAE. കാരണം അധികം ചെയ്ത് കഴിഞ്ഞാൽ കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ. നാട്ടിൽ നിന്ന് കാണാറുണ്ട്. നാട്ടിൽ എന്താ പറയുക, അൽഗോരിതം നല്ല വീഡിയോസ് മാത്രം നാട്ടിലേക്ക് പോകുള്ളൂ. ഇവിടുത്തെ അൽഗോരിതം ഇപ്പൊ ഇവിടെ വന്നപ്പോ നൈനിഷ ഏത് വീഡിയോസ് അധികം കാണുന്നത്? UAE-ക്കാരെ വീഡിയോ. അവിടെ നാട്ടിൽ പോയാലോ അത് അൽഗോരിതം അങ്ങനെ വർക്ക് ആവും. അത് നിങ്ങൾ ഇരിക്കുന്ന ലാൻഡ് ഇല്ലേ ഓൾറെഡി യുഎയിലെ സ്പോട്ടുകൾ. ഇപ്പൊ ഖത്തർ പോയ ഖത്തറിലേ കാണാൻ പറ്റത്തുള്ളൂ, നാട്ടിൽ പോയ നാട്ടിലതേ കാണാൻ പറ്റത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. കാരണം ഇൻസ്റ്റാഗ്രാമിന് വേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ആളുകൾ എൻഗേജ് ആവുക എന്നുള്ളതാണ്. ടിക്ടോക്കിന് വേണ്ടി ടിക്ടോക്കിൽ കൂടുതൽ ആളുകൾ. ആർക്കാണ് സ്ക്രീൻ സ്പേസ്, നമ്മളെ സ്ക്രീൻ സ്പേസ് മാക്സിമം അവർക്ക് കവർന്നെടുക്കണം. അപ്പോൾ അവിടെ എവിടെയാണോ അവർക്ക് എൻഗേജിങ്. നമ്മളെപ്പോഴും നൈനിഷയുടെ കോഴിക്കോടിനെയും കൊയിലാണ്ടിയെ കുറിച്ച് പറഞ്ഞാൽ പ്രത്യേക ഫീൽ അല്ലേ?
സത്യം. കൊയിലാണ്ടിയെ കുറിച്ച് കോഴിക്കോട് കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര ഫീൽ അല്ലേ? അതെ അപ്പോൾ കോഴിക്കോടിനെ കുറിച്ച് അറിയാനല്ലേ നൈനേഷയ്ക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പം UAE പ്രവാസികൾക്ക് നമ്മളുടെ അനുബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയാനാണ് കൂടുതൽ താല്പര്യപ്പെടുക. അതുകൂടാതെ നാട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ എലക്ഷൻ എന്തായി, അല്ലെങ്കിൽ നാട്ടിൽ എന്താണ് നടക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ വൈറലായ നമ്മളെ മമ്മുവിൻ്റെ ഇന്റർവ്യൂ, ഐ മീൻ ഇല്ലല്ല മമ്മൂട്ടി പേടിയാ. അതെ, ഓക്കെ. അപ്പോ അതൊക്കെയാണ് സെറ്റ് ആകുന്നത്. അതെ, അല്ല എന്റെ കരിയറിന് അത് ഒരുപാട് ഗുണം ചെയ്തു. ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാൻ പറയട്ടെ, ഗുഡ് പബ്ലിസിറ്റി ഓർ ബാഡ് പബ്ലിസിറ്റി സ്റ്റിൽ എ പബ്ലിസിറ്റി. അപ്പം അതുകൊണ്ട് നൈനിഷയ്ക്ക് ഉണ്ടായ ഉപകാരം എന്താ വെച്ചാൽ, അത് ബാഡ് ആയിക്കോട്ടെ ഗുഡ് ആയിക്കോട്ടെ, നൈനിഷ എന്ന വ്യക്തിയെ കൂടുതൽ ആളുകൾ ആർക്കും എന്നെ അറിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു 5 പേര് ഒരു പേര് എന്നോട് പറയും ഇഷ്യൂ ഇത്രയൊക്കെ വൈറലാണോ എന്നുള്ളത്. there is always a second chance എന്ന് പറയില്ലേ. നമ്മൾ മലയാളികളാണ് ഒരു സെക്കൻഡ് ചാൻസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തത്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ വെച്ചാൽ, നമ്മളിപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു എന്താണ് അമേരിക്കൻ ആക്ട്രസ് ആണ് കിം കർദാഷ്യൻ, റൈറ്റ്? അപ്പോൾ അവർ ഷോയിലൂടെ എത്രത്തോളം നല്ലതായിട്ടാണ് പിക്കപ്പ് ചെയ്ത് വന്നത്. അങ്ങനെ കുറേ ആളുകൾ ഒരു ബാഡ് ഇമേജിൽ നിന്ന് നല്ല ഇമേജിലേക്ക് മാറിയത്. സോ ഓൾവേസ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പോലെയാണ് ലൈഫിൽ ഓൾവേസ് എ സെക്കൻഡ് ചാൻസ് ടു ഗ്രോ അപ്പ്. അത് നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റണം എന്നുള്ളത് മാത്രമാണ് അതിൽ വരുന്നത്. അതെ, സത്യം സത്യമായിട്ടും എൻ്റെ അതൊരു തുടക്കമാണ്. ഇനി ലോങ് വേ ടു ഗോ നോക്കാം അല്ലേ? ഓക്കെ, ഇപ്പൊ ശരിക്കും ഇപ്പൊ നല്ലൊരു, ഞാൻ പറയില്ലേ, കേൾക്കാൻ സുഖമുള്ളൊരു കഥയുണ്ട് ഇപ്പൊ കേൾക്കാൻ. ശരിക്കും ഇത്ര തന്നെ ഒരു സുഖമുള്ള ജേണി ആയിരുന്നോ മുമ്പ്? എങ്ങനെയായിരുന്നു നാട്ടിലുള്ള ഒരു അവസ്ഥയൊക്കെ? ലൈഫില് ഡെഫിനറ്റ്ലി കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സീറോന്ന് എന്താ പറയാ, ഇപ്പോഴൊക്കെ ആ കുട്ടികൾക്ക് നമ്മളിപ്പോ ന്യൂ ജനറേഷന് കേൾക്കുമ്പോൾ തോന്നും എന്താണ് പട്ടിണി കിടന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ യെസ്, പട്ടിണി കിടന്നിട്ടുണ്ട്. സിറ്റുവേഷൻസ് ഇവിടെ പ്രവാസികൾ അധികം പേരും ഇനിയിപ്പോ എവിടുന്ന് വന്നാലും ചില സമയത്ത് നമ്മൾ ഈ ജോലിയൊക്കെ തിരയുന്ന സമയത്ത് ഉണ്ടല്ലോ, ചില സമയത്ത് ചില ഡയറ്റിന് വേണ്ടിയല്ലാതെ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണം സ്കിപ്പ് ചെയ്യേണ്ട സമയങ്ങൾ വന്നിട്ടുണ്ടാവും. ഇവിടെ സൂപ്പർ എക്സ്പെൻസീവ് ആണ് ഈ നാട് എന്ന് പറഞ്ഞാൽ. ഇവിടെ പട്ടിണി കെടുക്കാനും പൈസ വേണം. ദുബായിൽ സർവൈവ് ചെയ്യുവാനും അത്രത്തോളം പൈസ വേണം. അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിലും പണ്ട് കാലത്ത് അഫ്കോഴ്സ് വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ടുകളും പിന്നെ നമ്മളവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടാണെന്നുള്ള അയലക്കത്ത് പറയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഹൗ വി ക്യാൻ സ്റ്റേ ദെയർ എന്നുള്ളത് പഠിപ്പിച്ചത് അന്ന് കണ്ട പല പാഠങ്ങളുമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ പൊസിഷൻ വിട്ട് കൊടുക്കരുത് എന്ന് നമുക്ക് തോന്നല്. ഇപ്പോൾ ഒരു പൈസക്കാരൻ്റെ മോനെ ഇപ്പോൾ ഇൻഹെറിറ്റൻസ് വെൽത്ത് വന്നിട്ട് സെക്കൻഡ് ജനറേഷനിലേക്ക് അത് പാസ് ചെയ്യുമ്പം അവരത് സസ്റ്റെയിൻഫുൾ ആയിട്ട് നോക്കാറില്ല എന്ന് പറയാറുണ്ട്. കാരണം അവർ ജീവിച്ച ലക്ഷറി ആയിട്ടാണ്. മമ്മൂക്കയുടെ മകന് ദുൽഖർ സൽമാൻ അമേരിക്കയിൽ ഒരു പിസാട്ടിലൂടെ ജോലി ചെയ്തു, അല്ല ദുബായിൽ ജോലി ചെയ്തു. മമ്മൂക്കയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ജോലി ചെയ്യിപ്പിക്കണം എന്നുള്ളത്. എന്നാൽ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അറിയണമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായത് കൊണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പഴയ എന്താണ് ലോകം, ഇത്ര ജനറേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ലോകത്തിൽ 2% വെൽത്ത് വെച്ചിരിക്കുന്നത് 50% ഓഫ് വെൽത്ത് വെച്ചിരിക്കുന്നത് 2% ആളുകളാണ്. ഈ 50% 98% ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നത്. സോ പുവർ പീപ്പിൾ ആർ മോർ ദാൻ. ഇപ്പോൾ യൂറോപ്പിൽ കണ്ടാൽ എല്ലാവരും ഓക്കെ. ഈ US പോയാൽ കുറേ ഇതുണ്ടാവും, കുറേ ആളുകൾ റോഡ് സൈഡിൽ ബെഗ് ചെയ്യുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി. അല്ലെങ്കിൽ ആഫ്രിക്കയുടെ സ്ഥിതി പറ്റ മോശമാണ്. ഏഷ്യൻ കൺട്രീസ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കുറേ സ്ഥലത്ത് മോശം അവസ്ഥയിലൂടെയാണ് ഈ ലോകം കടന്നുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ 8 കോടി ജനങ്ങളുള്ള ഈ ലോകത്ത് കുറച്ച് ആളുകൾ മാത്രം ഒരു ഹൈ എൻഡ് ലൈഫ് നമ്മൾ റൺ ചെയ്യുന്നുള്ളൂ. അതിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു റൂഫ് ഉണ്ട് കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ. ഞാൻ ഫിലോസഫി പറയാൻ അങ്ങനെ പറയുന്നില്ല. ഇല്ല, അല്ല നമ്മളത് അത്രയും ബുദ്ധിമുട്ടിയ ഒരാൾ സക്സസ്ഫുൾ ആയിരിക്കുമ്പോൾ കേൾക്കാൻ നമുക്കൊരു ഇഷ്ടം വരും. മറ്റൊരു പറയുമ്പോഴേ നമ്മളത് കേൾക്കാത്തുള്ളൂ. നിങ്ങൾ പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ ഒരു ഇഷ്ടമുണ്ട്.